തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ പൊന്മുടി പുറത്തേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മദ്രാസ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്നാണ് എംഎൽഎ സ്ഥാനവും മന്ത്രിസ്ഥാനവും നഷ്ടമാകുന്നത്. പൊന്മുടിയുടെ ഭാര്യയെയും ശിക്ഷിച്ചിട്ടുണ്ട്. പൊന്മുടിയെ ശിക്ഷിച്ചതോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല എം.കെ. സ്റ്റാലിൻ ഏറ്റെടുത്തു. 2016 മന്ത്രിയെയും ഭാര്യ പി വിശാലാക്ഷിയെയും കുറ്റമുക്തനാക്കിയ വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. മന്ത്രിക്ക് 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പൊന്മുടിയുടെ ഭാര്യയെയും 3 വർഷം തടവിന് ശിക്ഷിച്ചു. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകാൻ 1 മാസത്തെ സാവകാശമുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പൊന്മുടിയും മകനും കല്ലക്കുറിച്ചി എംപിയുമായ ഗൗതം സിംഗമണിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. 2011 അനധികൃത മണൽ ഖനനവും തുടർന്നുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി ഇവരെ ചോദ്യം ചെയ്തത്. 2006-2011 കാലത്ത് ഖനി ധാതു വകുപ്പ് മന്ത്രിയായിരിക്കെ മൈനർ മിനറൽ കൺസഷൻ ആക്ട് ലംഘിച്ചുവെന്നും ഇഡി തെളിവ് ഹാജരാക്കിയിരുന്നു. 2006-നും 2011-നും ഇടയിൽ മന്ത്രിയായിരിക്കെ പൊന്മുടി 2 കോടിയോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കേസ്. 1989 ശേഷം DMK അധികാരത്തിലെത്തിയപ്പോഴെല്ലാം മന്ത്രിയായിട്ടുള്ള ആളാണ് പൊന്മുടി. 1989 വില്ലുപുരം മണ്ഡലത്തിൽ നിന്ന് MLA ആയി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. തമിഴ്നാട്ടിൽ പ്രശസ്തമായ സൂര്യ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിവരുന്നത് പൊന്മുടിയുടെ കുടുംബമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.